ഒരു രോഗിയെ ആ രോഗിയുടെ കൂട്ടിരിപ്പുകാര് രോഗിയുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടാന്ന് പറഞ്ഞാല്, അവർക്കെതിരെ നമുക്ക് ലീഗൽ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനുള്ള പ്രൊവിഷൻ. പക്ഷേ ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ അതായത് ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നുള്ള അലിഗേഷൻ വരിക. ഉം, എന്നിട്ട് ഉം, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ഉം, ഇപ്പൊ ഈ മസ്തിഷ്ക മരണം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഞാനൊരു രോഗിയെ നോക്കിയിട്ട് ഇത് ബ്രെയിൻ ഡെഡ് ആണ്. ഉം, വേറൊരാൾ നോക്കിയിട്ട് ഇത് ബ്രെയിൻ ഡെഡ് അല്ല ഉം, എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും വരില്ല. ഇത് ഒബ്ജക്റ്റീവ് ആണ്. ഇന്ന ഇന്ന ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേഷ്യന്റ് ബ്രെയിൻ ഡെഡ് ആണെന്ന്. 2 ഡോക്ടറോ 10 ഡോക്ടറോ നോക്കിയാൽ ആ പേഷ്യന്റ് ബ്രെയിൻ ഡെഡ് ആണ്. അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡ് അല്ലാത്തൊരു പേഷ്യന്റിനെ ഒരു 20 ഡോക്ടർമാർ നോക്കിയാലും അവർക്ക് എല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ കറക്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ ആണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡ് അല്ല. അപ്പൊ അത് വളരെ ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് നിയമങ്ങളുണ്ട്. നമുക്ക് കെയ്നോസ് എന്ന് പറഞ്ഞും ഇപ്പൊ കേസ് സോർട്ട് എന്നൊക്കെ പറഞ്ഞ് കേരള ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് മെഡിക്കൽ ബോഡീസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു പേഷ്യന്റിനെ എപ്പോഴാണ് ബ്രെയിൻ ഡെഡ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ബ്രെയിൻ ഡെഡ് ആയി കഴിഞ്ഞാൽ എപ്പോഴത്തേക്ക് വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാം. അതിനുള്ള ക്രൈറ്റീരിയ എങ്ങനെയാണ്, എങ്ങനെ ഫാമിലിയെ ഓൺ ബോർഡ് കൊണ്ടുവരും, അതിനുള്ള ബെറീവ്മെന്റ് കൗൺസിലേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ മിക്ക ആശുപത്രികളും അതിന് ആ രീതിയിൽ സജ്ജമാണ്.